അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി തിരികെ അമൃതപുരിയിലെത്തി. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആശ്രമ അന്തേവാസികൾ അമ്മയെ ഭക്തി ആദരപൂർവ്വം സ്വീകരിച്ചു. ഈ മാസം 19-നായിരുന്നു രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയും വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഈ മാസം 15-ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200-ഓളം പേർ അയോധ്യയിലേക്കുള്ള യാത്രയിൽ അമ്മയെ അനുഗമിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലായിരുന്നു അമ്മയുടെ യാത്ര. മാർച്ച് 19-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. അമൃതപുരിയിൽ എന്ന പോലെ ആത്മീയ കിരണങ്ങൾ അയോധ്യയിൽ പകർന്നു നൽകുന്നതായിരുന്നു അമ്മയുടെ അയോധ്യ യാത്രയെന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി യാത്രാനുഭവം പങ്കുവച്ചു. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലൂടെയുള്ള ആത്മീയ ഉണർവ് ശ്രീരാമ ജന്മഭൂമിയിൽ എഴുതി ചേർത്തത് ഒരു ചരിത്രമായിരുന്നു. ഈ യാത്രയെക്കുറിച്ച് ഒരു 3 വാക്കിൽ ഒതുക്കി പറഞ്ഞാൽ അതുല്യം, അത്ഭുതം, ആനന്ദം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇങ്ങനെ 1200 പേർ ഒരു ട്രെയിനിൽ ഒന്നിച്ച് അമ്മയോടൊപ്പം, ഒരു ആധ്യാത്മിക ഗുരുവിനോടൊപ്പം, സദ്ഗുരുവായ അമ്മയോടൊപ്പം, ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയോടൊപ്പം ഇതേപോലെ ഒരു യാത്ര ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ട്രെയിൻ 18 കമ്പാർട്ട്മെൻറ്റുകൾ അടങ്ങുന്ന ഈ ട്രെയിൻ അതൊരു മൊബൈൽ ആശ്രമമായി മാറി എന്നുള്ളതാണ്. അതായത് നമ്മൾ അമൃതപുരിയിൽ എന്തെല്ലാം നിഷ്ഠകൾ പാലിക്കുന്നുണ്ടോ, എന്തെല്ലാം സാധനകൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം രാവിലെ മുതൽ വൈകുന്നത് വരെ, അതായത് കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ അതിനകത്ത് അനുഷ്ഠിച്ചു. അതിൽ ധ്യാനം, ജപം, ഭജന, ദർശനം. ഇതുകൂടാതെ അമ്മ ഓരോ കമ്പാർട്ട്മെൻറ്റിലും, അതായത് ഈ 18 കമ്പാർട്ട്മെൻറ്റുകളും കയറി ഇറങ്ങി ഓരോരുത്തരെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുകയും ആധ്യാത്മിക ഉപദേശങ്ങൾ കൊടുക്കുകയും ഈ യാത്രയുടെ ആധ്യാത്മിക പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. 1980-കളിൽ ചെറിയ സംഘം ഭക്തന്മാരും ആശ്രമ അന്തേവാസികളുമായി അമ്മ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമൂഹം ഭക്തരുമായി അമ്മ തീവണ്ടിയിൽ ഒരു ആത്മീയ യാത്ര നടത്തുന്നത്. അമൃതപുരി ഒന്നടങ്കം അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്കെന്ന പ്രതീതിയായിരുന്നു ഈ യാത്ര. ഭജനയും പ്രഭാഷണങ്ങളുമായി യാത്രയിലുടനീളം അമ്മ ആത്മീയ അറിവുകൾ പകർന്നു നൽകി. അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ അമ്മയെ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആശ്രമ അന്തേവാസികൾ ചേർന്ന് ഭക്തി ആദരപൂർവ്വം സ്വീകരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.